وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به. صدق الله مولانا العظيم. ഏറ്റവും ആദരണീയരായ സംഘടനയുടെ നേതാക്കളെ, വിശുദ്ധ ഖുർആൻ അധ്യാപനത്തിന് വേണ്ടി, ട്രെയിനിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ട്രെയിനേഴ്സ്, ഇവിടെ ഇതിന്റെ പ്രാധാന്യമൊക്കെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒട്ടും കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യമുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ സ്വായത്തമാക്കാവുന്ന ഒരു കാര്യത്തിലേക്കാണ് നമുക്ക് തൗഫീഖ് നൽകിയിട്ടുള്ളത്. അത് ഏറ്റവും വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാണ്. ഞാനിവിടെ ഓതിയ ഒരു ആയത്തിന്റെ ശകലം ആമുഖമായി പറയട്ടെ. സൂറത്തുൽ ബഖറ 121 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്യം: നാം ഗ്രന്ഥം നൽകുകയും അത് വേണ്ട വിധം പാരായണം ചെയ്യുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ളവർ. അപ്പൊ വിശുദ്ധ ഖുർആൻ വേണ്ട വിധം പാരായണം ചെയ്യുക എന്നതുകൂടി വിശ്വാസികളുടെ, യഥാർത്ഥ വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് എന്ന്. അങ്ങനെ വേണ്ട വിധം എന്ന രീതിയിൽ ഒരു പാരായണമുണ്ട് വിശുദ്ധ ഖുർആനിന് എന്നൊക്കെ ആ ഒരു ആയത്തിന്റെ ശകലം തന്നെ സൂചിപ്പിക്കുന്നു. ഇൽമു തജ്വീദിന് വലിയ പ്രമാണം നൽകുന്ന ഒരു ആയത്തിന്റെ ശകലമാണ്. നമ്മളിവിടെ ഈ വിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ ഖുർആനിന്റെ പാരായണം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയെ അധികരിച്ചുകൊണ്ടാണ്. അതിലൂടെ സാധാരണക്കാരായ ആളുകളിലേക്കും മറ്റുള്ളവരിലേക്കുമൊക്കെ വിശുദ്ധ ഖുർആൻ തജ്വീദിന്റെ, പാരായണ ശാസ്ത്രത്തിന്റെ ഒരു സന്ദേശം എത്തിക്കുകയും താല്പര്യമുണ്ടാക്കി തീർക്കുകയും ചെയ്തുകൊണ്ട് അത് തുടർ പഠനം കൂടി നടത്താൻ അവർക്ക് സാധിക്കുന്ന വിധം, അവർക്ക് താല്പര്യമുണ്ടാകുന്ന വിധമാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു സ്ഥലത്ത് 7 ദിവസമെങ്കിലും, ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും ദൈർഘ്യമുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തേണ്ടത്. അത് പഠിതാക്കളുടെയും അധ്യാപകന്റെയും ഒക്കെ സൗകര്യവും താല്പര്യവും ഒക്കെ പരിഗണിച്ച് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, കൂടുതലാക്കുകയാണ് വേണ്ടത്. പക്ഷെ ഈ മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നടത്തുന്നവർക്ക് പോലും ഫോളോ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. ഇതിൽ ഞാൻ അതിന്റെ മൊഡ്യൂളിലേക്ക് നേരെ കടക്കുകയാണ്. ഒന്നാമത്തെ ദിവസം നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മര്യാദകളും അതിന്റെ പ്രാധാന്യവും തജ്വീദ് പ്രകാരം ഓതുന്നതിന്റെ പ്രാധാന്യവും ഒക്കെയാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. തജ്വീദ് പ്രകാരം ഓതൽ ഏതൊരു മനുഷ്യന്റെയും, ഒരു വിശ്വാസിയുടെയും വൈയക്തികമായ ബാധ്യതയാണ്. ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് ഫർള് ഐനായിട്ട് ഓതണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നമുക്ക് നിർബന്ധമാണ്. എന്നാൽ അതിലപ്പുറം ഓതൽ നമുക്ക് വലിയ ശ്രേഷ്ഠത വാരിക്കൂട്ടുവാനുള്ള ഒരു വലിയ മാർഗമാണ്. മുൻകാലത്ത് കടന്നുപോയ ഏതൊരു മഹാന്റെയും, സൂഫി വര്യന്റെയും, പണ്ഡിതന്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഒരു കാര്യം, അവരുടെ ഇബാദത്തുകളിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി അദ്ദേഹം
രാത്രിയുടെ 1/3 മാറ്റിവെച്ചു, അല്ലെങ്കിൽ സമയത്തിന്റെ 1/3 മാറ്റിവെച്ചു. അദ്ദേഹം ഒരു ദിവസം ഒരു ഖത്മാണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 7 ജുസ്ആണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത്. ഇങ്ങനെ ഇത് എല്ലാ മഹാന്റെയും പ്രൊഫൈലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നത് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യവും അള്ളാഹുവിന്റെ തൃപ്തിയും നേടിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ ഫലമായി അവർ അതിന് വലിയൊരു ഭാഗം തന്നെ മാറ്റിവെച്ചിരുന്നു എന്നതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അപ്പോ ഈ വിശുദ്ധ ഖുർആന്റെ പാരായണം പഠിക്കുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടത്, അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒന്നാമതായി ഒരു ഹർഫിന് 10 പ്രതിഫലം അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട്. അത് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രതിഫലമാണ്. ഇനി അത് വുളൂഅോട് കൂടിയാണെങ്കിൽ അത് വീണ്ടും കൂടുകയാണ്. അത് ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും ഖിബിലക്ക് മുന്നിട്ട് കൊണ്ടും അർത്ഥം ചിന്തിച്ചുകൊണ്ടും നിസ്കാരത്തിലും ഇങ്ങനെയൊക്കെ ആകും തോറും അതിന് 10 മടങ്ങ് പ്രതിഫലം വർദ്ധിക്കുകയാണ്. അത് നിസ്കാരത്തിൽ തന്നെ ഇമാമായിട്ട് ഓതുകയാണെങ്കിൽ വീണ്ടും കൂലി കൂടുകയാണ്. ഇങ്ങനെ നമുക്ക് ഒരു ഹർഫിന്റെ പ്രതിഫലം എത്ര എന്ന് നിർവചിക്കാൻ കഴിയാത്തത്ര വലിയ പ്രതിഫലം ഒരൊറ്റ സൂറത്തുൽ ഫാത്തിഹ കൊണ്ട്, ഒരൊറ്റ ആയത്ത് കൊണ്ടൊക്കെ അള്ളാഹു തആല നൽകുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് മുൻഗാമികൾ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇപ്പോ സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിന്റെ റുക്കുനുകളിൽപ്പെട്ട ഒരു റുക്കുനാണ്. സുജൂദ്, റുക്കുഅ പോലെയൊക്കെയുള്ള ഒരു റുക്കുനാണ്. അത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഫത്ഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മഅരി ആയത്തിൽ ഹുറൂഫി വത്തശ്ദീദാത്ത്, അക്ഷരങ്ങളും ശബ്ദുകളും ഒക്കെ പാലിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് വേണം ഓതാൻ, എന്നാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ എന്ന് സാരം. വഹിയ മഅ തശ്ദീദാതിഹാ മിഅത്തുൻ വഖംസത്തുൻ വഖംസൂന ഹർഫൻ, 155 ഹർഫുകളാണ് അതിന്റെ ശബ്ദുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ 156 എന്ന് വെച്ചാൽ മാലിക് യൗമിദ്ദീൻ എന്ന് നീട്ടി ഓതുന്ന ഖിറാഅത്ത് പ്രകാരം 156ഉം മലിക് യൗമിദ്ദീൻ എന്ന് ഓതുമ്പോൾ 155ഉമാണ്. അപ്പോ ഈ 155 ഹർഫും ശ്രദ്ധിക്കണം. അതിൽ ഒന്ന് വിട്ടുപോയാൽ, അങ്ങനെ വിശദീകരണങ്ങളിൽ പറയുന്നുണ്ട്, ഒന്ന് വിട്ടുപോയാൽ പോലും ആ ഫാത്തിഹ സഹിഹായിട്ടില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഫാത്തിഹ സഹിഹാണെന്നെങ്കിൽ ഒരു ശബ്ദ് പോലും വിട്ടുപോകാൻ പാടില്ല. അപ്പോ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതില് ബിസ്മില്ലാഹിർ റഹ്മാനി അവിടെ ഒരു ശബ്ദമുണ്ട്, അർ റഹീം അവിടെയും വേറെ ശബ്ദമുണ്ട്. അപ്പൊ ഇതില് ചിലതൊക്കെ വിട്ടു, രണ്ടാമത്തെ ശബ്ദം പ്രത്യേകിച്ച് പലർക്കും വിട്ടുപോകുന്നത് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ കട്ടി കുറച്ച് റഹീം എന്ന് മാത്രം ഓതുന്നു. അപ്പൊ ഒരു ഹർഫ് അവിടെ വിട്ടുപോയി, ആ ഫാത്തിഹ സഹീഹായിട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രാധാന്യം നമുക്ക് ഇതിന്നൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതാണല്ലോ. അപ്പോ ഈ ഒരു പ്രാധാന്യം ഈ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുകയും സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠത വിശദീകരിച്ചു കൊടുക്കുകയും, സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. അത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശമനമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്തു ഷാഫിയ എന്ന് അതിന് പേര് വരാൻ കാരണം. മഹാന്മാര്, സഹാബാക്കൾ ഉൾപ്പെടെയുള്ളവർ രോഗങ്ങൾക്ക് ഷിഫായിന് വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ച സംഭവങ്ങൾക്കാണ്. അപ്പോ അതിന്റെ പ്രാധാന്യവും പ്രത്യേകം പഠിപ്പിച്ചുകൊണ്ട്, അതാണ് ഈ സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഒന്ന് നിസ്കാരത്തിന്റെ റുക്നായതുകൊണ്ടും മറ്റൊന്ന് ഇതിന്റെ ശ്രേഷ്ഠത കാരണം. അപ്പൊ അത് ആണ് ഒന്നാമത്തെ ക്ലാസ്സിൽ പ്രധാനമായി ബോധ്യപ്പെടുത്തി അഊദു എങ്ങനെ പാരായണം ചെയ്യണം എന്നുകൂടി അന്ന് പഠിപ്പിക്കുന്നു. അഊദു ഫാത്തിഹയുടെ ഭാഗമല്ലെങ്കിലും അതിന്റെ മര്യാദകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അഊദു അവിടുന്ന് തുടങ്ങണം അതിന്റെ അക്ഷരശുദ്ധി. അഊദു എന്ന് പറയുമ്പോൾ ഐൻ മാറിയിട്ട് ഔദു എന്ന് ഓതുന്നവരുണ്ട്.
നമ്മൾക്ക് തോന്നും നമ്മളൊക്കെ ശരിയായ രീതിയിലാണ് ഓതുന്നത്. നമ്മുടെ മനസ്സിൽ അഊദു തന്നെ ആണെങ്കിലും ഓതുമ്പോൾ ചിലപ്പോൾ അഊദു എന്നൊക്കെ ആവും. അപ്പൊ ഐന് വൃത്തിയായിട്ട് വരുന്നുണ്ടോ, ദാലിന് പകരം ദാലായി പോകുന്നുണ്ടോ എന്നൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് ഫാത്തിഹയുടെ ആയത്തുകളിൽ കൂടുതൽ വിശദീകരിക്കാം. അഊദു വളരെ ചുരുക്കി വിശദീകരിക്കുകയാണ്. മിനശ്ശൈത്വാനി, ത്വ എന്നുള്ളൊരു അക്ഷരം അവിടെ വരുന്നുണ്ട്. അത് ഫാത്തിഹയിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലും കൂടി വരുന്നു. ഈ ത്വ നമ്മൾ പലരും ഉച്ചരിക്കുന്നത് ത്വ, നമ്മിൽ പലരും എന്നല്ല, സാധാരണക്കാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ത്വ എന്നാണ് ഉച്ചരിക്കുന്നത്. ആ ത്വ എന്ന് ഉച്ചരിക്കുമ്പോൾ അത് താഉം വാവുമാണ്, ത്വ. അപ്പോ അത് അക്ഷരത്തെ മാറ്റി മൻ അബ്ദല ഹർഫൻ ബി ഹർഫിൻ എന്ന് കാണാം. അപ്പൊ എന്താ, ഒരക്ഷരം മാറ്റി മറ്റൊരക്ഷരം ആക്കിയാലും ആ ഫാത്തിഹ സഹിഹായിട്ടില്ല. മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരവും ശരിയായിട്ടില്ല, ഫാത്തിഹ ഏതായാലും ശരിയായിട്ടില്ല. ഇങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ത്വ എന്ന്, ത്വ എന്ന് പറയേണ്ട സ്ഥലത്ത് ചുണ്ട് ഇളകുന്നുണ്ടോ നോക്കിയാൽ, ചുണ്ട് ഇളകുന്നുണ്ടെങ്കിൽ ത്വ എന്ന് പറഞ്ഞാൽ അത് താഉം വാവുമാണ് ഉച്ചരിച്ചത്, ത്വ. നേരെ തിരിച്ച് ചുണ്ട് രണ്ടും ഇളകാതെ പോ പോ എന്നാണ് പറയേണ്ടത്. ശൈത്വാനി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, റാഇന്റെ ശദ്ദ്. ഇതൊക്കെ ഒന്നാമത്തെ ഈ അഊദുവിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ ശേഷം ഒന്നാമത്തെ ദിവസം എന്ന നിലക്ക് ഫാത്തിഹ നമ്മൾ ഓരോ ആയത്ത് ഓതി അവര് പഠിതാക്കൾ ഒന്നിച്ച് കേട്ടോതുന്നു. അതാണ് ഒന്നാമത്തെ ദിവസം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ള സമയം നമുക്കുണ്ടാവുള്ളൂ. പ്രാധാന്യവും അതുപോലെ തന്നെ ശ്രേഷ്ഠതയും ഒക്കെ വിശദീകരിച്ചിട്ട് ആ അഊദു പഠിപ്പിച്ചു കൊടുത്ത് ബാക്കിയുള്ള ഭാഗം മൊത്തത്തിൽ ഓതി അവര് കേട്ടോതുന്ന രീതിയിൽ ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ബിസ്മിയുടെ പാരായണത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മിയുടെ മഹത്വം ഏറ്റവും ആമുഖമായിട്ട് പറയാം. ആശയം വളരെ ചുരുക്കി 2 മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയുമെങ്കിൽ അതും പറയുന്നത് കൊണ്ട് വിരോധമില്ല, നല്ലതാണ്. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാരായണത്തിലാണ് എന്ന് മാത്രം. അതിൽ വരുന്ന പൊതുവായ പിഴവുകൾ തിരുത്തി കൊടുക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്നവരുണ്ട്. അപ്പൊ അത് ശരിയല്ല. കുട്ടികളൊക്കെ ഓതിപ്പിച്ചാല് ഈ 2 റാവും, അല്ലെങ്കിൽ ഒന്നാമത്തെ റാവിന് ശ്രദ്ധ കൊടുത്താൽ പോലും രണ്ടാമത്തെ റാ ശ്രദ്ധ കൊടുക്കാതെ ഓതുന്നു. അപ്പോ ഒരക്ഷരം അവിടെ വിട്ടുപോയി. അപ്പൊ ആ ഒരു റാ ശ്രദ്ധിക്കണം. റാ എന്ന് പറയുമ്പോൾ റുവ എന്നല്ല, തഫ്ഹീം നൽകേണ്ട, അതായത് വായ നിറയെ ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ട ചില അക്ഷരങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ആ അക്ഷരങ്ങൾക്കൊക്കെ അറിയാതെ ചുണ്ട് ഉപയോഗിച്ച് പറയുന്ന ഒരു ശൈലി അനർബി ഓത്തുകാരിൽ കാണാൻ കഴിയും. അപ്പൊ റുവ, ത്വ, സ്വ അങ്ങനെ ഓതുന്നത് അതൊക്കെ ശരിയല്ല. അപ്പൊ റോ എന്നാണ് ഓതേണ്ടത്. മേലെ മുമ്പല്ലിന്റെ ഊനിൽ നാവിന്റെ തല തട്ടിച്ചുകൊണ്ട് ഓതണം. റോ തട്ടിക്കാതെ ഓതിയാൽ എങ്ങനെ ഉണ്ടാവും? ബിസ്മില്ലാഹിർ റ, പാട്ടിലൊക്കെ മർഹബ എന്നൊക്കെ പാടുന്ന കേൾക്കാറ്. അപ്പൊ അതുപോലെ മഴ എന്നല്ല, ബിസ്മില്ലാഹി റ അല്ല, ബിസ്മില്ലാഹി റ. ഒരു നാവിന്റെ തല ചെറുതായിട്ടൊന്ന് പിടക്കും. അത് മേലെ തട്ടി കൂടുതൽ പിടക്കാൻ പാടില്ല, റൊന്നുണ്ടാവാൻ പാടില്ല, റ എന്ന് മാത്രം. അങ്ങനെ തട്ടുന്ന രീതിയിൽ തന്നെ പറയണം. മാത്രവുമല്ല, ചിലര് ചുണ്ടുകൊണ്ട് പറയും. കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുന്നവർക്ക് അറിയാം, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അവര് വാവ് അല്പം വികലമാക്കിയിട്ട് അതാണ് ഉച്ചരിക്കുന്നത്, ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഈ തരത്തിലൊക്കെ ഓതുന്നവരെ കാണാം. അപ്പൊ ഏത് തരത്തിലാണ് നമ്മളെ പഠിതാക്കൾ ഓതുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളെ ഭാഗത്തും പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ റോ എന്ന് മേലെ മുൻപല്ലിന്റെ ഊനിൽ നാവിന്റെ തല തട്ടിച്ചുകൊണ്ട് റോ, വായ നിറയെ ശബ്ദത്തിൽ പറയണം, ബിസ്മില്ലാഹി. പിന്നെ ബി വിട്ടുപോകുന്ന ആളുകളുണ്ട്. അതെങ്ങനെ? ഇപ്പോ നമ്മൾ അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി ഉണ്ട്, ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി എന്ന് പറയുന്നില്ല, വ്യക്തമായിട്ട് ബി എന്ന് കേൾക്കുന്നില്ല. അപ്പൊ ഒരക്ഷരം പോയി. അത് ഈ ബിസ്മില്ലാഹിയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം ബായിലുണ്ട് എന്നാണ്. അപ്പൊ ഈ ആശയം തന്നെ ചോർന്നു പോകും.
ബിസ്മില്ലാഹി എന്ന് തുടങ്ങും, അല്ല ബിസ്മില്ലാഹി അല്ല, ബിസ്മില്ലാഹി റഹ്മാനി. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഹ ആണ്. ഹ ഹ ആയി പോകും. കാരണം അത് നമ്മളെ സാമ്യമുള്ള അക്ഷരം പോലും മലയാളത്തിൽ ഇല്ലല്ലോ ഹിന്. അപ്പൊ ഹ എന്നുള്ള അക്ഷരം മാറിയിട്ട് ഹ ആയി പോകരുത്. റഹ്മാനിർ റഹീം അല്ല, റഹ്. ഒരു പ്രത്യേക ശബ്ദം അതിനുണ്ട്. ആ ശബ്ദം നിങ്ങൾക്ക് കടന്നു വരണം. അതിന് ബഹത്ത് എന്നൊക്കെയാണ് കിതാബുകളിൽ പറയുന്നത്. ആ ഹ ശബ്ദം വരും. അതിപ്പോ ഒരു കുട്ടിക്ക് റെഡി ഇല്ല എന്ന് വിചാരിക്കാം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുറെ ആളുകൾക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ ഇല്ലെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഉദാഹരണമാണ് നല്ല മുളക് കടിച്ചു തിന്ന. അപ്പൊ കടിച്ചു തിന്നാൽ എന്താ, നല്ല എരിവ്. അപ്പൊ പറയുമ്പോ തന്നെ നമ്മളെ വായിൽ വെള്ളം വരും, ഒരു എരിവ് അനുഭവപ്പെടും. അപ്പൊ ഉള്ളിക്ക് വലിച്ച് എന്താ, ആ ശബ്ദമാണ് നമുക്ക് എരിവുണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ അത് കൃത്യമായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ആ ശബ്ദത്തിന് ഒരു ഫത്ഹ കൊടുത്ത് അല്ലെങ്കിൽ കസർ കൊടുത്താണ് ഉച്ചരിക്കുന്നത്. അങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ട് അങ്ങനെ പറയിപ്പിച്ചാൽ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഓരോ അക്ഷരവും റെഡിയാക്കുന്നതിന് ഒരു രൂപം ഉണ്ടാവും. ആ രൂപത്തിൽ ചെയ്താൽ വളരെ പെട്ടെന്ന് ഓരോ അക്ഷരവും റെഡിയാവും. അപ്പൊ ഹ ഹി ഹു, ഈ ഹ പറയുന്നവർ ഫത്ഹായിട്ട് പറയുമ്പോൾ ശരിയായിരിക്കും, കസറായിട്ട് പറയുമ്പോ ഹി ആവും. ഒന്ന് പറഞ്ഞു നോക്കിയാൽ, സ്വന്തം പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. ഹ ഹി ഹു എന്ന് പറഞ്ഞു നോക്കിയാൽ കസറുമ്മ റെഡി ആയാൽ പോലും ചിലപ്പോ ബൊമ്മില് ഹു എന്ന് പറയുന്നവർ വളരെ കുറവാണ്. ഹു. വഇദൽ വുഹൂശു ഹുശിറത്, അങ്ങനെ ഒന്ന് ഓതി നോക്കിയാൽ വഇദൽ വുഹൂശു ഹുശിറത്. വുഹൂ, അത് വുഹൂശു ഹുശിറത്ത് എന്നാണോ പറയുന്നത്, വുഹൂശു ഹുശിറത്ത് എന്നാണോ പറയുന്നത് നോക്കണം. അപ്പൊ ഹ ശരിയാക്കണം എന്ന് സാരം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റാഇന്റെ ശദ്ദ് റാ. അതുപോലെ ഹ, അത് ഫത്ഹും കസറും ദമ്മും ആവുമ്പോൾ ശരിയാക്കണം. കാരണം പല സ്ഥലത്തും ദമ്മായിട്ടും കസറായിട്ടും ശബ്ദുള്ള രൂപത്തിലൊക്കെ വരും. പിന്നെ ബിസ്മിയിൽ വളരെ പ്രധാനപ്പെട്ടത് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹ, റാ, ബിസ്മിയുടെ ബാ എന്നിവയൊക്കെ. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ ഓതി കൊടുക്കുകയാണ് വേണ്ടത്. ഫാത്തിഹ മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും കുറച്ച് തദ്രീബ് എന്ന രീതിയിൽ ഒരു വളരെ ചെറിയ, നമ്മളുടെ ക്ലാസ് നോട്ടിൽ തന്നെ ഒരു 5 ശകലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓതി ശീലിപ്പിക്കാൻ എളുപ്പമാണ്. ബോർഡൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ ബോർഡും എഴുതിയിട്ട് അതങ്ങ് ശീലിപ്പിക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദ് അഹദ് അല്ല, അഹദ്. ومن شر حاسد إذا حسد, حاسد إذا حسد. ഹ ആണ് ഇതിലൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. وإذا الوحوش حشرت والسابحات سبحا إنا نحن نحيي الموتى, نحن نحيي. ഹ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ അക്ഷരശുദ്ധിയോടെ പാരായണം ചെയ്യാം. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു പോക്കാവുമ്പോൾ മടുപ്പുണ്ടാവില്ല. നേരെ തിരിച്ച് നമ്മള് ദർസുകളിലും മദ്രസകളിലും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ശരിക്ക് വേണ്ടത് ആദ്യ അക്ഷരങ്ങളുടെ എല്ലാ അക്ഷരത്തിന്റെയും മഖ്റജ്, സിഫാത്ത് ഒക്കെ പഠിച്ചു പോവുകയാണ്. പക്ഷെ ഇങ്ങനെ ലളിതമായ പാഠ്യപദ്ധതിയിൽ ആളുകൾക്ക് അരോചകത്വം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ആയത്ത് ഓതുമ്പോൾ അതിൽ വരുന്ന അക്ഷരങ്ങൾ മാത്രം വിശദീകരിച്ച് അതിന്റെ ഒരു പരിശീലനം കൂടി കൊടുത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് ആയത്തുകളാവുമ്പോഴേക്ക് എല്ലാ അക്ഷരവും പഠിക്കും. ഈ രീതിയിൽ പോവാം. 3-ാമത്തെ ദിവസം നമ്മൾ അടുത്ത ആയത്ത് പഠിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേട്ട് കേട്ട് ഓതുമ്പോൾ തന്നെ ശരിയായി പോകും. അൽഹംദു, ഹ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പിന്നെ റബ്ബിൽ, റോ, വായ നിറയെ ശബ്ദത്തിൽ റോ എന്ന് പറയണം. ഇനി തെറ്റ് വരാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗം ഇതാണ്. റബ്ബിൽ ആ, സുക്കൂനുള്ള ലാം, അതിന്റെ ശേഷം ആ എന്നുള്ള അക്ഷരം. റബ്ബില്ലാലമീൻ ഓതുന്നവരുണ്ടാവും, റബ്ബില്ലാലമീൻ ലാ. അപ്പൊ അതും ശരിയായിട്ടില്ല. കേൾക്കുമ്പോ തോന്നും ശരിയാണല്ലോ,
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലഅലമീൻ അല്ല. കാരണം ഇപ്പൊ ഇവിടെ ലാമിന് സുക്കൂൻ അല്ല കൊടുത്തത്, ഒരു ഫത്ഹോ അല്ലെങ്കിൽ ഫത്തഹിന്റെ സുക്കൂനിലെ ഇടയിലുള്ള ഒരു ഹർക്കത്തോ ആണ് കൊടുത്തത്. ലഅലമീൻ ഫത്ഹാണ് ഇപ്പൊ അതിൽ കൊടുത്തത്. പിന്നെ ഐനിനോ സുക്കൂനാണ് കൊടുത്തത്. അപ്പൊ അത് മാറ്റി കറക്റ്റ് ലാമിന് സുക്കൂനും ഐന് തന്നെ ആവുകയും ആ ഐനിന് ഫത്ഹ് വരികയും ചെയ്യുന്ന രീതിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ അങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ ചില ഈണങ്ങളൊക്കെ അനുകരിക്കുന്ന ആള് ആലമീൻ നോക്കും. അങ്ങനെ നീട്ടേണ്ടതില്ല, നീട്ടാൻ പാടില്ല. ഒരു ഇമാമിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഖാരിന്റെ ഓത്തിൽ അങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ കേൾക്കുക. റബ്ബിൽ ആലമീൻ അപ്പൊ ഒരു 3-4 ഹറക്കത്തോ ആക്കിയിട്ട്. അപ്പൊ അങ്ങനെയല്ല ഓതേണ്ടത്, അസ്ലിയായ മദ് മാത്രം കൊടുത്താണ് ഓതേണ്ടത്. അതും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതില് നമുക്ക് ഹംദിന്റെ മഹത്വവും ഈ ഒരു ദിവസം പറഞ്ഞു കൊടുക്കാം. ആയത്തിന്റെ അർത്ഥം വളരെ ചെറിയ തോതിൽ പറഞ്ഞു കൊടുക്കാം. പിന്നെ പൊതുവായി ഈ പറഞ്ഞ തെറ്റുകളും വിശദീകരിച്ചു കൊടുക്കാം. അപ്പൊ അതിൽ അൽഹംദു എന്നുള്ള ഭാഗം, റബ്ബിൽ ആലമീൻ എന്ന ഭാഗം, അതിലെ ഐന്. അപ്പൊ ഐന് അന്നൊന്ന് പഠിപ്പിക്കുക. ഐന് പ്രയാസമുള്ള ഒരു അക്ഷരാണല്ലോ. മലയാളികൾക്കൊക്കെ പലപ്പോഴും പ്രയാസമുള്ള തൊണ്ടയുടെ അക്ഷരങ്ങൾ മൊത്തം അതിൽ തന്നെ ഐന്. ചിലര് ഒയിനിനെ ഐനാക്കിയിട്ട് ഉച്ചരിക്കും, ചിലപ്പോ ഐനിനെ ഒയിനായിട്ട് ഉച്ചരിക്കും, അല്ലെങ്കിൽ ഐനിനെ ഹംസായിട്ട് ഉച്ചരിക്കും, അല്ലെങ്കിൽ ലോപിച്ചൊരു ഹംസായിട്ട് ഉച്ചരിക്കും. നോക്കുക, ഉദാഹരണം നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എന്നാണ് ഓതുക. എന്ന് നമ്മൾ എഴുതി കൊടുത്താൽ വായിക്കുക എങ്ങനെയാണ്? അപ്പൊ ഈ എന്ന് പറയുമ്പോൾ ഹംസായി, ഊ എന്ന് പറയുമ്പോൾ ഹംസാണ്. എന്ന് വമ്മ് വരെ ഹംസായിട്ട്. ഇനി ശബ്ദമൊക്കെ വരുമ്പോ അതിലേറെ പ്രയാസമായിരിക്കും. ചില ഉദാഹരണങ്ങൾ നോക്കാം, അപ്പൊ മനസ്സിലാവും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഉസ്രി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അത് ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഉസ്രി എന്നും ലോപിച്ചൊരു ഹംസായിട്ടൊക്കെ ഉച്ചരിക്കും. ഈ ആയത്തൊന്ന് നോക്കൂ. ഫദാലിക അല്ലദീ യദുഉൽ യതീം. അങ്ങനെയാണ് അതിന്റെ ആയത്തുള്ളത്. പലർക്കും അങ്ങനെയാണെന്ന് പോലും കേട്ട് കേട്ട് പഠിച്ചത് കൊണ്ട് അറിയില്ല. യദുഉൽ യതീം എന്ന് ഓതുന്നവരുണ്ട്. യദുഉ അല്ല, യദുഉ. ദാലിന് ലൊമ്മ്, ഐനിന് ലൊമ്മ്, ആ ഐനിന് ശബ്ദം കൊടുത്തുകൊണ്ടാണ് ഓതുന്നത്. ഹാഫിദീങ്ങളായ ചില ഇമാമുമാരെ വരെ തിരുത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ചില സമയത്ത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക അല്ലദീ യദുഉൽ യതീം. യദുഉ എന്നാണ് ഓതേണ്ടത്. അപ്പൊ അത് ശ്രദ്ധിക്കാം. അർത്ഥം നേരെ വിപരീതമായി വന്നു. യദുഉ എന്ന് പറഞ്ഞാൽ യതീമിനെ അകറ്റുന്നവനാണ്, ദീനിനെ അവിശ്വസിക്കുന്നവൻ എന്നാണ് അതിന്റെ രണ്ടായത്തിന്റെ അർത്ഥം. എന്നാൽ യതീമിനെ ക്ഷണിക്കുന്നവനാണെന്നാണ് ഇയാൾ ഓതുന്നത്. യദുഉൽ യതീം, യദുഉൽ യതീം എന്ന് ഓതുമ്പോ യതീമിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നവനാണ്. അപ്പോ അർത്ഥം നേരെ വിപരീത പോലെ ആയി മാറി. അപ്പൊ ഇത് ശീലിക്കാം. ഇത് തെറ്റുവരുന്നതും അർത്ഥം മാറുന്നവർക്ക് പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ വാക്കിൽ പറഞ്ഞു കൊടുക്കാം. അല്ലതീ തത്ലിഉ അലൽ അഫ്ഇദ. ചെറിയ സൂറത്തുകളിലുള്ള ഭാഗങ്ങളാണല്ലോ. തത്ലിഉ, അപ്പൊ തത്തലിഉ എന്ന് ഓതുന്നവരുണ്ടാവും. രണ്ടും അല്ലെങ്കിൽ രണ്ടും അല്ലെങ്കിൽ രണ്ടിന്റെ ഇടയിൽ അങ്ങനെ. അപ്പൊ രണ്ട് അക്ഷരവും അല്ലതീ തത്ലിഉ അലൽ അഫ്ഇദ. നമ്മുടെ ഫോക്കസ് ഇവിടെയാണ്. തത്ലിഉ അലൽ, രണ്ട് ഐന് വേണം. തത്തലിഉ അലൽ എന്ന് ഓതുന്നവർ കേൾക്കാം. തത്തലിഉ അലൽ എന്നല്ല, തത്ലിഉ അലൽ അഫ്ഇദ. രണ്ട് ഐന് ഒന്നാക്കരുത്. രണ്ടും ഐനിന്റെ ശുദ്ധിയോടെ തന്നെ വരുന്നതാണ്. വയംനഊനൽ മാഊൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അങ്ങനെ 3 ദിവസം ആകുമ്പോഴേക്ക് നമ്മൾ ചില ഹർഫുകളൊക്കെ പഠിച്ചു പോകും. നമ്മളെന്ന് വെച്ചാൽ ഞാൻ പഠിതാക്കളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഇതിലുള്ളവരൊക്കെ ട്രെയിനേഴ്സ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വൃത്തിയായ രീതിയിൽ പഠിപ്പിക്കാൻ നമുക്ക് നിർത്തിയിട്ടുണ്ട്. 4-ാമത്തെ ദിവസം അടുത്ത ആയത്ത്, 4-ാമത്തെ ദിവസം 2 ആയത്ത് ഓതാം. കാരണം അർ-റഹ്മാനിർ റഹീം അത് ബിസ്മിയിൽ വന്നിട്ടുണ്ടല്ലോ, പൂർണ്ണമായും ബിസ്മിയിൽ വന്നിട്ടുണ്ട്. അപ്പോ ആ ഭാഗം ഒന്ന് ആവർത്തിച്ച് ഓദിപ്പിക്കുക. പിന്നെ നമുക്ക് അതോടൊപ്പം മാലികി യൗമിദ്ദീൻ,
ഈ ആയത്ത് കൂടി എടുക്കാം. മാലിക്കി എന്നുള്ള ഭാഗത്ത് നീട്ടൽ കൂടുതൽ കാണാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കും. ഓൺലൈൻ ആണല്ലോ, അപ്പൊ വളരെ ചുരുങ്ങിയ സമയം ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ പെട്ടെന്ന് അവസാനിപ്പിക്കും. മാലിക്കി എന്ന് ഓതരുത്. ആലമീൻ പറഞ്ഞ പോലെ അങ്ങനെ ഓതുന്നവരുണ്ട്. മാലിക്കി യൗമിദ്ദീൻ, അങ്ങനെ ഇപ്പൊ മദ്രസയിലൊക്കെ തുടക്കത്തിൽ കുട്ടികൾ ഓതുന്ന ഒരു ഈണ നമ്മൾ കേൾക്കൂലേ, മാലിക്കി എന്ന ഓതാണ്. അങ്ങനല്ല. മാ എന്ന് ഇപ്പോ മാമ്പഴം എന്ന് പറയുന്ന മാ അല്ല, മാ അല്ല. ഒരല്പം തുറക്കൽ കുറക്കണം വായ. തീരെ തുറക്കാതെ എന്നല്ല, കുറച്ചുകൂടി തുറക്കണം. ഒരു വിരലോ ഒരു പെൻസിലോ ഒക്കെ നമ്മൾ വായിലേക്ക് കടത്താൻ കഴിയുന്ന രീതിയിലാണ് ഉസ്താദുമാരെ നമുക്കൊക്കെ ഉദാഹരണം കാണിച്ചു തരുന്നത്. മ എന്ന് പറയുമ്പോ അത്രയും തുറക്കണം വായ. അതിലും തുറക്കാതിരിക്കുമ്പോ ഒരു ഇമാലത്ത് പോലെ എന്നാവും. കുറച്ച് തുറന്നിട്ട് എന്ന അമിതമായി മലയാളം പോലെ മാ അല്ല. മാലിക്കി മാലിക്കി യൗമിദ്ദീൻ, ആ തവസ്സുത്തോടു കൂടി രണ്ടിന്റെ ഇടക്ക് തുറന്ന് അധികം നീട്ടാതെ മാലിക്കി യൗമിദ്ദീൻ. എല്ലാ തെറ്റുകളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല, അതിനുള്ള സമയം ഉണ്ടാവില്ല. യൗമിദ്ദീൻ എന്ന സ്ഥലത്ത് ചിലര് വാവ് യാവും കൂടി അടുത്ത് വന്നുകൊണ്ട് യോ യോ എന്ന് ഓകാരമായി അല്ലെങ്കിൽ ഓകാരത്തിനോട് വളരെ അടുത്തുകൊണ്ട് ഫത്ഹ് വിട്ടുകൊണ്ട് ഓതുന്ന കേൾക്കാം. യൗമിദ്ദീൻ എന്ന്. ഇങ്ങനെയല്ല വേണ്ട. യൗ യൗ മാലികി യൗമിദ്ദീൻ യൗമി. അടുത്തത് ദാലിന് ശബ്ദുള്ള ദാല് ധി എന്ന് കാറ്റോട് കൂടി ഉച്ചരിക്കും. അപ്പൊ ചിലപ്പോൾ തായിലെത്തും. യൗമിദ്ദീൻ ധീൻ എന്ന് ഓതുന്നവർ കേൾക്കാം. അപ്പൊ ത ആയി മാറും, അല്ലെങ്കിൽ ദാലിൽ തന്നെ ഒരു കാറ്റുള്ള ദാലായി മാറും. അതിന്റെ വിശേഷണം മാറിപ്പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. മ എന്നുള്ള സ്ഥലം അധികം നീട്ടാതെയും തർക്കീക്കോട് കൂടിയിട്ട് ഉച്ചരിക്കുക. തർക്കീക്ക് പറഞ്ഞാൽ മോ എന്ന് നടക്കാതെ മാലിക്. പിന്നെ യൗമി എന്നുള്ളതിന്റെ ഫത്ഹ് ദാല് എന്ന അക്ഷരത്തിൽ വരുന്ന വൈകല്യങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഓതി പരിശീലിപ്പിക്കാം. അപ്പം ഓരോ ദിവസവും കഴിയുമ്പോൾ മുന്നത്തെ ആയത്തുകൾ കൂടി ഇങ്ങനെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരാളെ കൊണ്ട് ഓതിപ്പിച്ച് വേറെ ആളെ, ഇപ്പോ ചിലർക്ക് ഓതിപ്പിച്ചാൽ പ്രയാസം ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ഓതിപ്പിക്കുമ്പോൾ അവരെ വഷളാക്കാത്ത രീതിയിൽ. പിന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് ഓതുന്ന ഒരിക്കലും ഒരാൾക്ക് മാനക്കേടല്ല, നമുക്ക് അറിയാത്തത് കൊണ്ടല്ല, അശ്രദ്ധ കൊണ്ട് നമ്മളുടെ ഉച്ചാരണ ശുദ്ധി ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു വിദ്യാർത്ഥികളുടെ ലെവലിലേക്ക് അവരെ കൊണ്ടുവന്നാല് പ്രായമുള്ള ആളുകൾക്കൊന്നും പ്രയാസം ഉണ്ടാവില്ല. അല്ലാത്ത രീതിയിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരല്പം തെറ്റിയപ്പോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ നമസ്കാരം എങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിച്ച് അയാളെ അങ്ങോട്ട് പിന്തിരിപ്പിക്കരുത്. അപ്പൊ അയാള് അങ്ങനെയാണ് ഇന്റെ ഇതുവരെയുള്ള നിസ്കാരമൊക്കെ ഇപ്പൊ 80 വയസ്സായി അല്ലെങ്കിൽ 70 വയസ്സായി, ഇത്രയും നിസ്കാരം പോയോ, ഞാൻ അത് മടക്കി നിസ്കരിക്കണം എന്നൊക്കെ ചോദിച്ച് മൊത്തത്തില് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും അയാൾ അതും കൂടി ഇനി ഏതായാലും ഇപ്പൊ ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞായിരിക്കും. അങ്ങോട്ട് എത്തിക്കരുത്. നമ്മൾ ഒന്ന് ശരിയായ ഭാഗം ഒന്നുകൂടി ഒന്ന് ഇത് നല്ല ഉഷാറായിട്ടുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും. അല്ലെ ആയിന് വളരെ വൃത്തിയായിട്ടുണ്ട്, ഇതുകൂടി ഒന്ന് ശരിയാക്കിയാൽ മതി എന്നൊക്കെ രീതിയിൽ അയാളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. അതല്ലെങ്കിൽ അങ്ങനെ മാനക്കേട് ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യം തന്നെ അറിയണമെങ്കിൽ അയാളെ ഓദിപ്പിച്ച് ശേഷം ഒരാളെ ഓദിപ്പിച്ച് ശേഷം ഒരാളെ ഓദിപ്പിച്ച ശേഷം മൂന്നാളും വരുത്തിയ തെറ്റുകൾ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടി ഓദിപ്പിച്ചു നോക്കുക. അങ്ങനെയൊക്കെ ഹിക്മത്തോട് കൂടിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. കുറച്ച് ഉദാഹരണങ്ങൾ ദാല് വരുന്നത് പറയാം. അല്ലാഹു സ്വമദ് ഫീ അമദിൻ മുമദ്ദദ. ദാലിന്റെ മഖ്റജ് എവിടെയെന്ന് വെച്ചാൽ മേലെ മുൻപല്ലിന്റെ മുരട് എന്ന് പറയും. അത് ഉൾഭാഗത്ത്, ഇത് വായയുടെ ഉള്ളായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ പുറത്തേക്ക് പല്ല് കാണാൻ തുടങ്ങുന്ന ആ ഭാഗത്താണ് അവിടെ വെച്ചിട്ട് ഉള്ളില് മേലെ മുൻപല്ലിന്റെ മുരടിൽ വെച്ചുകൊണ്ട് ദീദു ശബ്ദാവുമ്പോഴൊന്നും അവിടെ കാറ്റ് വരരുത്. ഫീ അമദിൻ മുമദ്ദദ, നേർപ്പിച്ചാണ് ഉച്ചരിക്കും. വായ നിറയെ ദോ അല്ല, മുമദ്ദദ എന്ന്. ലക്കും ദീനുക്കും വലിയ ദീൻ ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഖദ് എന്ന് പറയുമ്പോ ഖോ എന്നുള്ളത് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പൊ ദാലും കൂടി അങ്ങനെ ആയിപ്പോകും. ചിലപ്പോ അടുത്തടുത്ത അക്ഷരങ്ങൾ വരുമ്പോ ഒന്നിന്റെ സ്വഭാവം അടുത്തതിന് വരും. ഖദ് എന്നാവരുത്, ഖദ് എന്നാവും. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഅകീദു കൈദ. ഇങ്ങനെയൊക്കെയാണ് ഓതേണ്ടത്. 5-ാമത്തെ ദിവസം നമ്മൾ അടുത്ത ആയത്ത്
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് ഓതുമ്പോ ഇയ്യാക എന്നുള്ള രണ്ട് ഇയ്യാക്കയിലും ശബ്ദ വിട്ടുപോകരുത്. അതിന്റെ മാന മാറിപ്പോകും. മാന മാറിയാലും ഇല്ലെങ്കിലും നമുക്ക് അത് തെറ്റ് തന്നെയാണ്. ഫാത്തിഹ സഹിഹാവൂല. മാന മാറുന്ന തെറ്റായാലും മാറാത്ത തെറ്റ് വന്നു കഴിഞ്ഞാലും ഫാത്തിഹ ശരിയാവില്ല. അത് വിശദമായിട്ട് എല്ലാ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ചിലര് പറയും അതൊക്കെ തജ്വീദിന്റെ ആളുകൾ അങ്ങനെയൊക്കെ പറയും. എന്നല്ല, സഹിഹാവൂല എന്നുള്ളത് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഫത്ഹുൽ മുഈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അർത്ഥം മാറിയാലും ഇല്ലെങ്കിലും ഫാത്തിഹ തെറ്റന്നെയാണ്. അങ്ങനെ ഓതല് നമുക്ക് ഉഖൂബത്ത് ഉണ്ടാകുന്ന ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള തെറ്റാണ് എന്നർത്ഥം. അപ്പൊ ഈ ഇയ്യാക എന്ന സ്ഥലത്ത് ഇയാന് ശബ്ദ വിട്ടുപോകും. ചിലപ്പോ എങ്ങനെ ഒരു ഹറമിൽ ഒരു ഇമാമിന്റെ ഒരു ഈണുണ്ട്, അതിനെ അനുകരിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോ അങ്ങനെ ഓർമ്മ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക ഇയ്യാക, അപ്പൊ ശബ്ദ വന്നില്ലല്ലോ. ഇയ്യാക എന്ന് ഓതുമ്പോഴാണ് ശബ്ദ വരിക. ശബ്ദ കൂട്ടിയിട്ട് എന്താക്കണ്ട, ഇയ്യാക ആക്കണ്ട. ഇയ്യാക നല്ല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ചില ആളുകൾ അങ്ങനെ ഇയ്യാക നഅ്ബുദു അത്രക്ക് കട്ടി കൂട്ടണ്ട. ഇയ്യാക അല്ല, നമ്മൾ സാധാരണ മലയാളത്തിൽ തന്നെ ഒരു ശബ്ദമുള്ള അയ്യാ പറയുമ്പോ അയ്യായിരം എന്നൊക്കെ പറയല്ലോ, പയ്യോളി, അത്ര ശ്രദ്ധ മതി. അതിലപ്പുറം ആക്കണ്ട. അയ്യായിരം എന്ന് പറഞ്ഞ പോലെ ഇയ്യാക്ക അത്ര മതി. കുറയും വേണ്ട, കൂടും വേണ്ട. പിന്നെ വ ഇയ്യാക്ക എന്ന സ്ഥലത്തുള്ള ഹംസ്, അത് ഹംസ് ലോപിച്ചിട്ട് വയ്യാക്ക എന്ന് ഓതുന്നത് വളരെ സാധാരണമായിട്ട് കേൾക്കാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നല്ല ഈണത്തിൽ ഓതിയാൽ അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചത്. നല്ല ഈണത്തിൽ തന്നെ തെറ്റോതുന്നവരുണ്ടാവും. വ ഇയ്യാക, വ ഇ, ആ ഹംസ് അവിടെ വന്നിട്ടില്ലെങ്കിൽ ആ ഹംസ് പോയി എന്നർത്ഥം. അല്ലെങ്കിൽ ഹംസ് ലോപിച്ച രീതിയിൽ വേറൊരു ഹംസ് ആയി പോയി. ഇയ്യാക നഅ്ബുദു വ ഇ എന്ന ഹംസ് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നസ്തഈൻ എന്ന പദം, അതില് ടാ, സീന്, ഐന്, ഇത് മൂന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത്. വ എന്ന വാവ് ചുണ്ടൊക്കെ മുന്നോട്ട് വരുത്തിയിട്ടാണ് വാവ് ഉച്ചരിക്കുക. അപ്പൊ അതും ശ്രദ്ധ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ എന്നുള്ളത് മാറി നസ്ത, ത അല്ല ത. ത എന്ന് മലയാളത്തിൽ നമ്മൾ തവള എന്ന് പറയുമ്പോ ത എന്നാണ് നമ്മൾ പറയാ. അപ്പൊ അതിൽ കാറ്റൊന്നുമില്ല, നേർപ്പിക്കലുമില്ല, കനപ്പിക്കലുമില്ല, നേർപ്പിക്കലുമില്ല, ത. പക്ഷെ നമ്മൾ അറബിയിലെ ത ഉച്ചരിക്കുമ്പോ ത എന്നല്ല ഉച്ചരിക്കുക, ത. ഇപ്പൊ തവള എന്നൊരു അറബിക്ക് നമ്മൾ എഴുതി കൊടുത്താൽ അയാൾ തെവ എന്നാണ്. തെവ, തെവ. അത് തവ അല്ല. നമ്മൾക്ക് മലയാളത്തിലെല്ലാം ഒരുപോലെ തത്തഖൂൻ എന്ന് എഴുതിയാൽ തത്തഖൂൻ എന്നാണ് നമ്മൾ എന്ന് വെച്ചാല് മലയാളികളിൽ പരിശീലനം കിട്ടാത്തവർ. തത്തഖൂൻ അല്ല, തത്തഖൂൻ. അപ്പൊ ഇതേപോലെ നസ്തഈൻ, നസ്തഈൻ ശ്രദ്ധിക്കണം. അപ്പൊ നസ്തഈൻ ആയി പോകരുത്, ഗൈനായി പോകരുത്. അപ്പൊ അത് എങ്ങനെയാണ് ഗൈനായി പോയാൽ അത് നേരത്തെ നമ്മൾ പരിശീലിച്ച ഒരു അക്ഷരമാണല്ലോ. തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ആ വരുന്നത്, കനപ്പിക്കാതെയാണ് വരുന്നത്. റബ്ബിൽ ആലമീൻ അല്ല, റബ്ബിൽ ആലമീൻ. ആ വായ നിറക്കാതെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പൊ അതൊക്കെ ശരിയാക്കുമ്പോ ശരിയായിട്ട് വരും, അക്ഷരം ശരിയായിട്ട് വരും. മഖ്റജും സിഫത്തും റെഡിയാക്കി കൊടുത്താൽ അക്ഷരം ശരിയായിട്ട് വരും. ചില ള എന്ന് ഓതുന്നവര് മിൻ മശാരിഖിൽ അർദി വൽ മആരിബിഹ എന്ന് ഓതും. ഐബത്ത് പറയരുത് എന്നൊക്കെ പറയുമ്പോൾ ചില പ്രസംഗകർ തന്നെ ഐനിനെ ഐനാക്കും. അപ്പൊ അത് ഒരു മോളെന്നാണ് പറയുന്നത്. അല്ല അല്ല, ഐനിനെ വൈനാക്കുന്നവർ മേലെന്നും ഐനിനെ ഐനാക്കുന്നവർ ഐനിന്റെ മഖ്റജിൽ നിന്ന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്നൊക്കെയാണ് ഉച്ചരിക്കുന്നത്. അത് കറക്റ്റ് ആക്കുകയും അതിന്റെ ഈ കനപ്പിക്കൽ നേർപ്പിക്കൽ എന്നുള്ള സിഫത്ത് ശരിയാക്കുകയും ചെയ്താൽ അക്ഷരം റെഡിയാവും. അപ്പൊ അങ്ങനെ എന്ന് ഇങ്ങനെ ശീലിപ്പിച്ചാൽ. പിന്നെ അപ്പൊ ഈ ഒരു ആയത്തിൽ അത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ ഓതുകയാണെങ്കിൽ പിന്നെ ഇതിന്റെ മഖ്റജൊക്കെ പറഞ്ഞു കൊടുക്കാം. അതും നമ്മൾ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീനിന്റെ മഖ്റജ്, അതുപോലെ വാവിന്റെ മഖ്റജ്, രണ്ട് ചുണ്ടുകളുടെ ഇട. സീനിന്റെ മഖ്റജ് ആണെങ്കിലോ സ, നസ്തഈൻ എന്ന് പറയുമ്പോൾ സീനിന്റെ മഖ്റജ് രണ്ട് പല്ലുകളുടെ മേലെയും താഴെയുള്ള മുൻപല്ലുകളുടെ ഇട, അതിന്റെയും നാവിന്റെ തലയുടെയും ഇടയിൽ നിന്നാണ്.
ഇപ്പൊ നാവിന്റെ തല ഈ രണ്ട് മുൻപല്ലിന്റെ ഇടയിൽ കൊണ്ടുപോയി വെക്കുക. ഇവിടെ കയറ്റി വെക്കണ്ട, അല്പം പിന്നിലായിട്ട് ഉൾഭാഗത്താണ് വെക്കേണ്ടത്. സ സ സി സു സ എന്ന് കണ്ടോ. അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ച് പുറത്തേക്ക് കൊണ്ടുവന്നാല് അത് സ എന്ന് പറയുന്ന കുട്ടികളെ കാണാം. അപ്പൊ ഈ ഉള്ളിൽ നിന്ന് വെക്കണം, എന്നാല് സ എന്നുള്ള ഈ ശബ്ദം എന്ന ശബ്ദം വരണം, അപ്പോഴാണ് സീനാവുക. അതാണ് പക്ഷിയുടെ ശബ്ദം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് വെട്ടുകളുടെ ശബ്ദമാണ് സ സി സു, അങ്ങനത്തെ ശബ്ദത്തിലാണ് സീൻ ഉച്ചരിക്കേണ്ടത്. അപ്പോ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് വത്തീനി വസ്സൈതൂൻ. പറയുമ്പോ ആ കാറ്റ് വരും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇതൊക്കെ ഓതി ശീലിപ്പിക്കാം. മിൻ ഷർറി എന്നല്ല ഓതേണ്ടത്, മിൻ ശർരി എന്നാണ്, നേർപ്പിച്ചാണ് ഓതുന്നത്. ഷർറി എന്ന് ഓതരുത്, കേൾക്കാം, അത് തെറ്റാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. 6ാമത്തെ ദിവസം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞതും പറയാത്തതും ഉണ്ട്. ഇഹ്ദിന എന്ന സ്ഥലത്ത് ഹംസിന് കസ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 10 മിനിറ്റിന്റെ ഉള്ളിലായിട്ട് ഒരു 7 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇഹ്ദിന എന്ന കസ്റ് ഉള്ള ഒരു ഹംസ് അവിടെ നമ്മൾ ചിലപ്പോ ഓതുന്നത് എഹ്ദിന എഹ്ദിന, അപ്പൊ അത് കസ്റായിട്ടില്ല, എന്നല്ലേ വന്നത്. ചിലര് ഇഹ്ദിന സുക്കൂനാണ്. അപ്പൊ ഏതായാലും കസ്റ് വരാതെ, ശുദ്ധമാര് കസ്റ് വരാതിരിക്കുമ്പോ അവിടെ തെറ്റി. ഇഹ്ദിന ഈ, അത് ശരിയാക്കണമെങ്കിൽ എങ്ങനെയാണ്? ആ ഇ എന്ന് പറഞ്ഞു കൊടുക്കുക. ആ ഇ എന്ന് പറയിപ്പിച്ചിട്ട് ഇഹ്ദിന എന്ന് പറയിപ്പിച്ചാൽ ശരിയാവും. അല്ലെങ്കിൽ ഓതുമ്പോ ഇഹ്ദിനാന്നും എഹ്ദിനാന്നൊക്കെ ആയിപ്പോകും. പിന്നെ സ്വാദ് സി, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ചുണ്ടിളക്കിയത്. സ്വി അല്ല, സ്വി എന്ന് പറയുമ്പോ സീനും വാവുമാണ് ഉച്ചരിക്കുന്നത്. സ്വി സ്വി. നമ്മൾ ഓതേണ്ടത് സ്വി സ്വി റോ പോ. ഈ 3 അക്ഷരത്തിലും ചുണ്ടിളക്കേണ്ടതില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കാറ്റ് വരേണ്ടതില്ല തോ പറയുമ്പോ, ചുണ്ടിളകേണ്ടതുമില്ല, അപ്പൊ തോ എന്നാവും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. മുസ്തഖീം എന്ന് ഓതുന്ന സമയത്ത് ആയി പോകും ചിലപ്പോൾ. കാരണം ഈ ഖാഫ് ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വായ നിറച്ചു പിടിച്ചാല് മുസ്തഖീം തഖീം എന്ന് വരും. അപ്പൊ ത വന്നില്ല. യഥാർത്ഥ ത എന്നാണ് ഉച്ചരിക്കേണ്ടത്. മുസ്തഖീം മുസ്തഖീം എന്ന് വരണം. സീനും സ്വാദായി പോകും ചിലർക്ക്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീം എന്നാവരുത് എന്ന് സൂചിപ്പിക്കുക. ഈ ആയത്തിൽ അപ്പൊ ഇത്രയും ശ്രദ്ധിക്കാനുണ്ട്. പലരുടെയും തെറ്റ് വരാറുണ്ട്. ഇഹ്ദിന എന്ന കസ്റ്, ഹംസിന് കസ്റ്, സിറാത്ത എന്നുള്ളത് സീന് സ്വാദ് സീനായി പോവുക, ത ആയി പോവുക. സിറാത്വല്ലദീന ത്വ അണ്ട അങ്ങനെ ആയി പോവുക. മുസ്തഖീം എന്നുള്ളതിലെ ത മുസ്തഖീം എന്നായി പോവുക. ഇതൊക്കെ തെറ്റാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതിൽ കുറച്ച് ഉദാഹരണങ്ങൾ ഇപ്പൊ ഓതിയ ത്വാഇനും ഖാഫിനും സ്വാദിന്റെ ഒക്കെ മഖ്റജ് ഒന്നുകൂടി വ്യക്തമായിട്ട് പഠിപ്പിച്ച ശരിയാക്കാൻ കഴിയും. കുറച്ച് ഉദാഹരണം ഓതുകയാണെങ്കിൽ വഹുസ്സില മാ ഫിസ് സുദൂർ. സുദൂർ കണ്ടോ, സു കഴിഞ്ഞിട്ട് ഉടനെ ദാല് വരുമ്പോൾ അത് കനപ്പിച്ചു പോകും അറിയാതെ. അപ്പൊ സുദൂർ അല്ല, സുദൂർ. വഹുസ്സില മാ ഫിസ് സുദൂർ തസ്ലാ നാറൻ ഹാമിയ. തസ്ല നാറെന്ന് സീനാക്കി ഓതും. തെറ്റാണ്, അക്ഷരം ആശയം തന്നെ മാറിപ്പോയി. സാന്ദർഭികമായിട്ട് ഇത് ഓർമ്മ വന്നതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി എന്നുള്ളതിന്റെ പകരം നസ്റുല്ലാഹി എന്ന് ഓതുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അത് ഞാനിങ്ങനെ ബഹുഭൂരിപക്ഷം എങ്ങനെയാണെന്ന് പറയണ്ട, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നസ്റുല്ലാഹി എന്ന് ഓതുമ്പോ അള്ളാഹുവിന്റെ സഹായം എന്ന അർത്ഥത്തിന് പകരം അള്ളാഹുവിന്റെ പരുന്ത് എന്ന അർത്ഥം വരും. നസ്ർ പറഞ്ഞ പരുന്ത് എന്നാണ്. അപ്പൊ ഇദാ ജാഅ നസ്റുല്ലാഹി, ആശയം വളരെ വിഭിന്നമായി പോയി. നസ്ർ ശീലിക്കണം, അങ്ങനെ ശീലിപ്പിക്കണം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്.
ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖാഫിന്റെ പരിശീലനത്തിന് വേണ്ടി. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, അത് പോ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയ ആയത്താണ്. ഇതുപോലെ കുറച്ച് ആയത്തിന്റെ ശകലങ്ങൾ തന്നെ ഓതിപ്പിച്ചാൽ മതി അക്ഷരശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഇതിന്റെ ശേഷം വീണ്ടും ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ പരിശീലിപ്പിക്കുകയും അതുപോലെ തീർന്നിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. മറ്റു ചെറിയ സൂറത്തുകൾ പരിശീലിപ്പിക്കുകയും ഒക്കെ ആവാം. അവസാനത്തെ ആയത്ത് صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഈ ആയത്ത് മൊത്തത്തിൽ ഒരു ആയത്താണ്. ഇപ്പൊ ഓതിയത് മുഴുവനായിട്ട് ഒരു ആയത്താണ്. സിറാത്ത മുതൽ വലദ്ദാലീൻ. ഇപ്പൊ മുഴുവനായിട്ട് ഓതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ഓതാണ് നല്ലത്. ഓരോ ആയത്ത് ഓരോ ആയത്ത്. ഇനി അത്ര ശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ സിറാത്തല്ലദീന അൻഅംത അലൈഹിം നിർത്തിയിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതുവരെ ഒന്നിച്ച് ഓതാൻ കഴിയും. പരിശീലിച്ചാൽ ശ്വാസം പിടിച്ചുകൊണ്ട് നോക്കിയാൽ കിട്ടും. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറഞ്ഞ സിറാത്ത, നേരത്തെ ആയത്ത് വന്നതുകൊണ്ട് വിശദീകരിക്കണില്ല. പിന്നെ അല്ലദീന, സിറാത്തല്ലദീന, ലാമിന്റെ നേർപ്പിക്കൽ പോകും, ഉള്ളദീന എന്നായി പോകും. പോ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് കൊണ്ട് സിറാത്തല്ലദീന. അപ്പൊ ലാമിനൊരു കനപ്പിക്കലുള്ള ലാമായി പോകും. അത് ശ്രദ്ധിക്കണം. സിറാത്തല്ലദീന അൻഅംത എന്ന് പറയും. അപ്പൊ എന്താണ്? ഹംസ് പോയി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വയ്യാക്ക എന്ന് ഓടുമ്പോ ഉള്ളതുപോലെ സിറാത്തല്ലദീന അൻഅംത, സിറാത്തല്ലദീന അൻഅംത. അപ്പൊ ആന്ന് ഉച്ചരിച്ചോ? ആന്നിപ്പോ ഇവിടെ വന്നില്ലല്ലോ. സിറാത്തല്ലദീന അൻ, ആ ഹംസ് വരണം. പിന്നെ ഐനുകൾ കുറെ ഉണ്ട്. അപ്പൊ ചിലപ്പോ ഒന്നാമത്തെ ഐന് റെഡിയാക്കിയവർ തന്നെ രണ്ടാമത്തെ ഐന് റെഡിയാക്കൂല, മൂന്നാമത്തെ ഐന് റെഡിയാക്കൂല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് ഓതി തെറ്റാണ്. അലൈഹിം, അലൈഹിം എന്നാക്കണം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അവിടൊക്കെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അലൈഹിം എന്നോ അലൈ ഹംസോ അല്ലെങ്കിൽ ലോപിച്ച ഹംസോ ഒക്കെ ആയിട്ട് ഉച്ചരിക്കും. ഒരിക്കലും ഐനാവുന്നില്ല. അവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഗൈൻ അവിടെ വരുന്നുണ്ട്, മഗ്ദൂബി. ഗൈന് അതിന്റെ മഖ്റജ് നമ്മൾ പറഞ്ഞു. വായിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഗർഗറത്ത് ചെയ്യുകയാണെങ്കിൽ, ഓഹോ ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ വരുന്ന ആ ഒരു പോയിന്റ് ആണ് ഗൈനിന്റെ മഖ്റജ്. അപ്പൊ അത് ചെയ്ത് നോക്കിയാൽ ഗൈനാക്കാൻ എളുപ്പമാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യൂല, മഗ്രിബ് എന്നുള്ളതിന്റെ പകരം മഅരിബ് എന്നോ അല്ലെങ്കിൽ പിന്നെ ഗൈബത്ത് എന്നുള്ളതിന്റെ പകരം ഐബത്ത് എന്നോ മഅദൂബി എന്നൊന്നും പറയൂല. അപ്പൊ ഗൈനിന്റെ പോയിന്റ് മനസ്സിലാക്കുക വേണം. കനപ്പിക്കുകയും വേണം, മഖ്റജ് ശരിയാക്കുകയും വേണം. അത് ശരിയാക്കേണ്ടതാണ് ഗൈന്. പിന്നെ ളാദ്, ഇതിൽ വരുന്ന മറ്റൊരു പ്രധാന അക്ഷരം, ഏറ്റവും അറബിയിൽ പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അക്ഷരമാണ് ള. നാവിന്റെ അരിക്, നാവ് ഇത് നാവാണ് സങ്കല്പിക്കുക. അപ്പൊ ഈ സൈഡ്, അരിക് എന്ന് പറഞ്ഞ സൈഡാണല്ലോ. നാവിന്റെ അരിക് മേലെ അണപ്പല്ലുകളിൽ ചേർത്തു. നാവ് ചെരിക്കൊന്നും വേണ്ട, നേരെ തന്നെ. അങ്ങനല്ല, ബോ ചുണ്ടിളക്കണ്ട, ബോ നേരെ വെച്ചുകൊണ്ട് നാവ് ഏതെങ്കിലും ഒരു വശത്തേക്ക് മേലെ അണപ്പല്ലുകളിലേക്ക് ചാരി വെക്കുക. ഏത് വശമായാലും കുഴപ്പമില്ല. ഇനി രണ്ടു വശം ഒരുമിച്ചായാലും കുഴപ്പമില്ല, ഒരാൾക്ക് കഴിയുമെങ്കിൽ. ആ ബോ എന്നുള്ളത് എത്ര നീട്ടണം? 6 ഹർക്കത്ത് നീട്ടണം. അത് വാജിബാണ്. അതായത് എല്ലാ ഖുർആവും 6 ഹർക്കത്തെങ്കിലും നീട്ടണം എന്ന് പറഞ്ഞവരാണ്. അപ്പൊ അതില്ലാതിരുന്നാൽ അത് തെറ്റാണ്, വാജിബാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സിറാത്തല്ലദീന, സ്വാദ് ലാം, അൻഅംത അലൈഹിം, ഐനുകൾ. അതുപോലെ ഈ ഹംസ് വിട്ടു, സിറാത്തല്ലദീന അൻ എന്നാവുമ്പോ ഹംസ് പോകുന്നത്. ഗൈരിൽ മഗ്ദൂബി, ഇത് രണ്ട് ഗൈന് മാറിപ്പോകുന്നു, ഐനായി പോവാതിരിക്കാൻ. അലൈഹിം, അവിടുത്തെ ഐന്. വലദ്ദാലീൻ, 6 അക്ഷരങ്ങളുടെ സമയം ബോ എന്ന് വരാം, ശ്രദ്ധിക്കണം. ആമീൻ, ആമീൻ അല്ല, അത്ര മതി. ذلك എന്ന് പറയുമ്പോ എത്ര നീട്ടി, അത്ര മതി.
ആമീൻ. മീമിന് ശബ്ദമൊന്നുമില്ല. ആമീൻ അങ്ങനെയാണ് ഓതേണ്ടത്. പിന്നെ ഞാനിപ്പോ ഏകദേശം പറയേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്. والضحى واضرب لهم مثلا أصحاب القرية. ഇങ്ങനെ ഓരോ الذي أنقض ظهرك. അൻഖദ എന്ന് പറയുമ്പോൾ ഈ ളാദാണ്. വഹ്റക് എന്ന് പറയുമ്പോൾ മേലെ മുമ്പല്ലിൽ തട്ടിച്ചുകൊണ്ടാണ് ഓതുന്നത്. ഇപ്പൊ മുൻപല്ലിൽ തട്ടിച്ചുകൊണ്ട് ഓതുന്നവർ വളരെ കുറവാണ്. യദ്ലിമൂന വമാ അന ബിളല്ലാം ഒക്കെ ഉള്ളെന്നാണ് പറയുന്നത്. ഉണ്ടോ? അങ്ങനെ കുട്ടികളെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചാൽ റെഡിയായി വരും. ഈ മുൻപല്ലിൽ നാവിന്റെ തല തട്ടുന്നുണ്ടോ എന്ന് കണ്ണാടിയിലോ ഒക്കെ ഒന്ന് നോക്കിയാൽ വോ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അല്ലാതെ അല്ല, ഉള്ളിൽ വെച്ചുകൊണ്ട് ലാമിന്റെ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്നത് തെറ്റാണ്. അപ്പൊ അത് ശരിയാക്കണം. അപ്പൊ ഒക്കെ ശരിയാക്കുമ്പോ ഈ മഹ്റജ് പ്രധാനമായി നോക്കിയാൽ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് അല്പം പിന്നിലേക്ക് വലിപ്പിച്ചിട്ട് ശരിയാക്കാം. സാ റെഡി ഇല്ലാത്തവരുണ്ട്, സാ എന്ന് പറയുന്നവരുണ്ടാവും. ഹദീസ്, സഖാഫി അങ്ങനെയൊക്കെ നമ്മൾ തന്നെ പറയും. അപ്പൊ ഹദീസ് പുറത്തേക്ക് നാവ് വെക്കുമ്പോ ഹദീസ്, സഖാഫി. ഇനി ഖുർആനിലുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ ശരിയാക്കണേ. അസ്ബത്ത എന്നോതും. അപ്പൊ എന്നാക്കണമെങ്കിൽ മുന്നിലേക്ക് നാവ് ഇട്ടിട്ട് ശീലിപ്പിക്കണം. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും ശരിയാക്കുന്ന ഒരു രീതി ഉണ്ടാവും. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്താം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി നമുക്ക് അവസാനത്തെ ദിവസം പഠിപ്പിക്കാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ കൂട്ടി ഓതുമ്പോ, തറാവീഹിലും അതുപോലെ ദുആന്റെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വേഗത്തിൽ ഓതുമ്പോൾ കൂട്ടി ഓതും. അപ്പൊ കൂട്ടി ഓതുകയാണെങ്കിൽ അതിന്റെ നിയമം പാലിച്ചിട്ട് ഓതണം. വഖഫ് ചെയ്യുന്നതുകൊണ്ട് സുക്കൂന് കൊടുക്കുന്ന സ്ഥലത്ത് വഖഫ് ഇല്ലെങ്കിൽ സുക്കൂന് കൊടുക്കാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദു അങ്ങനല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി എന്നാണ് എല്ലാവരും ഓതുക. എല്ലാവരും എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം. അങ്ങനല്ല, മിൽ ഹംദു അവിടെ വരേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്നാണ് ഉള്ളത്. അത് നമ്മൾ വഖഫായപ്പം നിർത്തിയതായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ ഹംദു ആണ് വരേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അവിടെ അങ്ങനെ തന്നെ. റബ്ബിൽ ആലമീന എന്നാണല്ലോ മുസ്ഹഫിലുള്ളത്. നോക്കി ഓർമ്മ ശരിയാവും. അർറഹ്മാനിർ റഹീമി മാലികി എന്ന് പറയുമ്പോൾ രണ്ട് മീമുണ്ട്, അത് ഒന്നാക്കരുത്. ചിലര് അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അൽ ഫാത്തിഹ എന്നൊന്ന് വിളിച്ചു നോക്കിയാൽ മനസ്സിലാവും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അപ്പൊ ഒറ്റ മീമാക്കി, തെറ്റാണ്. മാലികി യൗമിദ്ദീനി ഇയ്യാക അവിടെ ഹംസ് പോകരുത്. മാലികി യൗമിദ്ദീനി ഇയ്യാക, മാലികി യൗമിദ്ദീനി ഇയ്യാക അങ്ങനെ ഓർമ്മ. അടുത്ത ആയത്തില് നസ്തഈനുഹ്ദിന, നസ്തഈനുഹ്ദിന എന്നാണ് ഓതേണ്ടത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന. നിഹ്ദിന അല്ല. സാധാരണക്കാരൊക്കെ കൂട്ടി ഒന്നും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇനി അവിടെ നിന്നൊക്കെ ഫത്ഹാണ് അവിടെ ഉള്ളത്, അത് തെറ്റാൻ സാധ്യതയില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൻഅംത അലൈഹിം എടുത്തോതിയത് അവസാന ഭാഗം മാത്രമാണല്ലോ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഭാഗങ്ങൾ ഉസ്താദുമാരുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ സൂചിപ്പിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു വേണ്ടിയുള്ള ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഇല്ല ആരും ഇല്ലേ? അത് ഷെയ്ത്വാനിയിലെ നമ്മള് മലയാളത്തിൽ ഇപ്പോ 2 ഷാ ഉണ്ടല്ലോ. യഥാർത്ഥമായ ഷാന്റെ ഉച്ചാരണം എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ്. മലയാളത്തിലുള്ള 2 ഷായും അല്ല അറബിയിലുള്ള ഷാ. മലയാളത്തിൽ ഒരു ഷാ നമ്മള് ശശി എന്നൊക്കെ എഴുതുമ്പോൾ വെച്ചിട്ടാണ് ശശി. അതുപോലെ കഷായം, ഷ എന്ന് പറയുമ്പോൾ നാവ് മടക്കിയിട്ടൊക്കെയാണ് പറയുന്നത്. ഭാഷ, പാഷാണം, ഷ നാവ് കുറച്ച് മടക്കിയിട്ടാ വെച്ചത്. അപ്പൊ അങ്ങനെയല്ല. മലയാളത്തിലെ ഷാന്റെ പ്രത്യേകത പിന്നെ മറ്റേ ഷ, ഏത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ശശി എന്ന് പറയുമ്പോഴുള്ള ഷ, അത് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് കുറച്ച് മുൻഭാഗത്ത് നിന്നാണ് വരുന്നത്.
അതിനോടാണ് കുറച്ച് സാമ്യം എന്ന് പറയാം. നമ്മുടെ ഷീന് നാവിന്റെ മധ്യമാണ് എന്റെ മഹ്റജ്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി. ജ പറയുന്ന സ്ഥലം, ജായും ഷായും ഒക്കെ അവിടെ നിന്നാണ് പറയണ്ടേ. ഇയ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയില്ല. അപ്പൊ അത് വെച്ച് നോക്കുക. ഇയ ഒന്ന് ഇപ്പൊ പറഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. ഇയ എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യാണല്ലോ ഉപയോഗിക്കുന്നത്, നാവിന്റെ മധ്യഭാഗം. ഇയ. അതേ സ്ഥലത്ത് നിന്ന് ജ ജ ജ മുന്നെന്ന് പറയരുത്. നമ്മൾ മലയാളികൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ജനം, ജീവിതം, അങ്ങനെയൊക്കെയാണല്ലോ പറയാം. അപ്പോ ജ മുന്നെന്നാണ്. നമ്മൾ മധ്യത്തെന്ന് പറഞ്ഞാൽ ഇത്ര ചിലപ്പ് ഉണ്ടാവില്ല. ജ ജ ജ റജുലുൻ അങ്ങനെ പറയണം. അതേ സ്ഥലത്തെന്ന് പറഞ്ഞു നോക്കുക ഷ. അത് കുറച്ച് കാറ്റ് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന രീതിയിൽ ഷ. അതാണ് അറബിയിലുള്ള ഷീൻ. ഷെയ്ത്വാൻ. നാവിന്റെ മധ്യത്തിൽ നിന്ന് മുൻഭാഗം വരെ കാറ്റ് വരുന്ന രീതിയിൽ പറയാണ് വേണ്ടത്. ഷ. ഏതായാലും ഭാഷ, കഷായം, ആ ഷാനോട് തീരെ സാമ്യമില്ല. മറ്റേ ഷീനിനോട് സാമ്യം ഉണ്ടെങ്കിലും അത് നാവിന്റെ മധ്യത്തിൽ നിന്നാവാനും കാറ്റ് പുറപ്പെടുവിക്കാനും ശ്രദ്ധിക്കണം. ഇനി വേറെന്തെങ്കിലും? മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. നമ്മൾ ചുരുങ്ങിയൊരു സമയം കൊണ്ട് പറയാവുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഓരോ ദിവസം ശീലിച്ച് പോകുമ്പോഴാണ് ശരിക്ക് നമുക്ക് നാവിന് വഴങ്ങിയിട്ട് റെഡിയാവുക. പരിശീലിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. ഇപ്പൊ അത് പരിശീലകർക്കുള്ള ഒരു ക്ലാസ് കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ ഒന്നിച്ച് പറഞ്ഞത്. നമ്മള് മൊത്തത്തില് അറബി അക്ഷരങ്ങൾക്ക് ഒരു ഇമാലത്ത് എല്ലാ അക്ഷരങ്ങൾക്കും ഉണ്ട്. നല്ല ചോദ്യം. ഇമാലത്തില്ല. ഇമാലത്ത് എന്ന വാക്കിന്റെ ഉദ്ദേശ്യം യാഇന്റെയും അലിഫിന്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഫത്ഹിന്റെയും കസ്റിന്റെയും ഇടയിലാക്കാണ്. അപ്പോ ഉദാഹരണം മേ, അതാണ് ഇമാലത്ത് എന്ന് പറയുന്നത്. മേ. അപ്പൊ നമ്മൾ മാലിക്കി എന്ന് പറയണില്ലല്ലോ, അപ്പൊ ഇമാലത്തില്ല എന്നർത്ഥം. അതേപോലെ രേ, മജിരേഹ. മജിരേഹ എന്നുള്ളടത്ത് അത്രയും പോരട്ടോ, കുറച്ചുകൂടി വേണം. മജിരേഹ എന്ന് അത്രയും അതിനോട് വളരെ തരീബായിട്ടാണ്. ഇമാല കുബറയാണ്. കുബറ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മേ എന്നുണ്ടാവും. മേ. അപ്പൊ അങ്ങനെ ഒരു ചെരിക്കലില്ലല്ലോ. പിന്നെ എന്താണ് ഉള്ളത്? വല്ലാതെ വായ തുറന്നു പറയുന്ന ശൈലിയാണ് മലയാളത്തിന്റെ. അപ്പൊ അതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോ നമുക്ക് വല്ലാതെ തുറക്കാതിരിക്കുമ്പോ ഇമാലത്ത് പോലെ തോന്നും. ചിലര് ഇമാലത്ത് തന്നെ ആക്കും. മാലിക്കി മാലിക്കി. അങ്ങനെ ചെരിക്കരുത്. വായ തുറന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്പം തുറക്കാതിരിക്കുമ്പോഴാണ് ചെരിഞ്ഞു പോകുന്നത്. നല്ല തുറക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാ എന്ന്. രണ്ടിന്റെ ഇടയിൽ പിടിച്ചാല്, അതായത് ഒരു വിരലൊക്കെ കയറാൻ മാത്രം രണ്ട് പല്ലും തമ്മിൽ അകലുണ്ടാകുന്ന രീതിയിൽ തുറന്നു യൗമിദ്ദീൻ. യ. അപ്പൊ യേ എന്നും ആക്കരുത്. യൗ യൗ യവനിക യവ. അങ്ങനെ മലയാളം പറയുമ്പോ യാ എന്നാ പറയും, യവം. അതേപോലെയല്ല നമ്മുടെ അറബിയിലാകുമ്പോ യ ഷ ഷ. വേണ്ട, തുറക്ക തന്നെയാണ് ചെയ്യുന്നത്. ഷ. ഫത്ഹത്ത് പറയുമ്പോ തുറക്കണം. ജ മാലിക്കി മാ, അല്ലാതെ മേ. അപ്പൊ ഇമാലത്തായി. ഇമാലത്തല്ല വേണ്ടത്, തർക്കീക്ക് ചെയ്യാണ് വേണ്ടത്. തർക്കീക്ക് ചെയ്യാൻ നേർപ്പിക്കുക. മാ എന്ന് പറയാതെ മാ, അമിതമായി തുറക്കാതെ. ഇനി എന്തെങ്കിലും പറഞ്ഞേ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഉസ്താദ് പറഞ്ഞല്ലോ താ പറയുമ്പോ കാറ്റ് വരണം. ആ, അതില് ചില ആളുകള് വല്ലാതെ എന്ന് ഭയങ്കര കാറ്റ് വരും. അതിന്റെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അൽഹംദുലില്ലാ. വളരെ നല്ല കാര്യം സൂചിപ്പിച്ചത്. ഇപ്പൊ കാറ്റ് വന്നിട്ട് അതിന്റെ മഹ്റജൊക്കെ മാറ്റിയിട്ട് ച എന്നൊക്കെ പറയുന്ന പോലെ അലിമത്ത്, അങ്ങനല്ല. അത് ആ ച എന്നുള്ള ശബ്ദത്തിൽ തന്നെ മാറിപ്പോയി അലിമത്ത് എന്ന് പറയുമ്പോ. ഇലൽ ജിബാലി കൈഫ നുസിബത്ത്, അത് എന്ന് തെറ്റാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞത്. അപ്പൊ ന്റെ മഹ്റജിലല്ല ഇപ്പൊ നാവ് ഉണ്ടാവുക. നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. അലിമത്ത് എന്ന് പറയുമ്പോഴേക്ക് ത എന്ന് പറയുന്ന മേലെ മുമ്പലിന്റെ മുരടുന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അത് മാറിയിട്ട് കുറച്ചുകൂടി നമ്മൾ പല്ലിന്റെ ഊനിലേക്ക് നീങ്ങുന്ന മാതിരി ച പറയുന്ന പോലെ തോന്നുന്ന രീതിയിൽ അലിമത്ത് എന്ന് പറയരുത്. അലിമത്ത് ഉണ്ടോ? അലിമത്ത് അത്രേ പാടുള്ളൂ. അത്ര പാടില്ല. കാറ്റ് ഓവർ ആക്കരുത്.
എന്ന് ഇവിടെ സൂചിപ്പിച്ചത് നല്ല അൽഹംദുലില്ലാ നന്നായി. തു അത്ര അത്രേ വരാൻ പാടുള്ളൂ. അച്ച് എന്നാണ്. ഇനി കൂടുതലൊന്നും ചോദിക്കാനില്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഒരു ജോലി കൂടി ഉസ്താദ്. ഈ റാന് കസർ വരുമ്പോ അത് മലയാളത്തിലെ രീയിൽ നിന്ന് വ്യത്യാസമായിട്ടല്ലേ ഉള്ളത്? അതെ, മലയാളത്തിലെ രീ എന്നതിലുള്ള വ്യത്യാസമാണ്. എല്ലാ അക്ഷരവും, ഒട്ടുമിക്ക എല്ലാ അക്ഷരവും എനിക്ക് കുറച്ചുകൂടി സാമ്യം തോന്നിയിട്ടുള്ള ഒരു യ മാത്രമാണ്. ബാക്കിയുള്ള യ അതന്നെ അതിന്റെ തഫ്ഹീം തർക്കീക്കിലുള്ള വ്യത്യാസം ഒഴിച്ചാൽ ബാക്കി വലിയ വ്യത്യാസമില്ലെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാ അക്ഷരവും അറബിയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോ പിന്നെ റോ വ്യത്യാസമുണ്ട്, രി വ്യത്യാസമുണ്ട്. രി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പെടക്കലുണ്ടല്ലോ രി, അപ്പൊ അത് വരുന്ന രീതിയിലാണ് രി എന്ന് പറയാം. മലയാളത്തിൽ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. അരി എന്നാണല്ലോ പറയാം. അപ്പൊ അതിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മൾ അറബിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാവിന്റെ തലന്റെ ഒരു ചെറിയ പടക്കൽ വരുന്ന രീതിയിൽ തന്നെയാണ് റോ പറയാം. അതേപോലെ തന്നെ രി എന്ന് പറയും. നേർപ്പിച്ചാണ് പറയേണ്ടത്. ചിലര് മലയാളത്തിലേത് പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് ഓവർ ആക്കിയിട്ട് റി എന്നാണ്. അത് ശരിയല്ല. മിൻ ഷർറിൽ എന്ന് പറയുന്നത് തെറ്റാണ്. മലയാളത്തിലെ പോലെയല്ല, രി അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ചെയ്യണത് മിൻ ഷർറിൽ എന്നാണ്. ആ ഷർറിൽ എന്ന് ഓതുന്നതും ഗൈറിൽ എന്ന് ഓതുന്നതൊക്കെ തെറ്റാണ്. നേർപ്പിക്കന്നെ വേണം, മലയാളം പോലെ അല്ലെങ്കിൽ. ഗൈറിൽ മിൻ ഷർറിൽ എന്നാണ് ശരി. മിൻ ഷർറിൽ അത് മാറ്റി ഷർറിൽ എന്നാകുന്ന രീതിയിൽ വരും. അപ്പൊ അത് തർക്കീഖ് വന്നിട്ടില്ല, നേർപ്പിക്കൽ വന്നിട്ടില്ല. ഷെരി എന്ന് പറയണം. അങ്ങനെ പറയണ പോലെ തന്നെ റിജാൽ എന്ന് പറയുമ്പോൾ റിജാൽ പറയണില്ലല്ലോ. അപ്പൊ ആ റിജാലിൽ നമ്മൾ പറയണതാണ് ശരി. റിജാലുൻ എന്ന് പറയുമ്പോൾ പറയുന്ന പോലെ ഗൈറി മിൻ ഷർരി, അതാണ് ശരി. ശുക്രൻ, ജസാക്കല്ലാഹു. ആമീൻ.